ഞാൻ ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റോപ്പ് ചെയ്തതിൻ്റെ മേജർ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രൊഡക്റ്റ് ബിസിനസ് ചെയ്യുമ്പോൾ നമുക്കതിനകത്തേക്ക് മാർക്കറ്റിംഗ് ചെയ്യാൻ ബഡ്ജറ്റ് വേണം, പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റ് വേണം, ഇങ്ങനെയുള്ള പ്രൊഡക്റ്റ് ബഡ്ജറ്റൊക്കെ വേണം. സോ ഇതൊന്നും കാണാതെയാണ് നമ്മൾ ഇതിനകത്തേക്ക് ചാടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്റ്റേജ് വരെയേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ആ 1 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്ത് തീരണ വരെയേ പോകാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഗ്രോ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ യു നീഡ് ടു അറേഞ്ച് ദ ബഡ്ജറ്റ്. സോ ബട്ട് അതേസമയം നമ്മളൊരു സർവീസ് ബിസിനസ്സാണ് ചെയ്യുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു ആഡ് സ്പെൻഡ് ചിലപ്പോൾ നമുക്കൊരു 2000-3000 ഒക്കെ വെച്ച് മൊത്തം ഒരു മാസത്തേക്ക് ഒരു 10,000 ആഡ് ബഡ്ജറ്റ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു സർവീസ് റെക്കറിങ് ആയിട്ടൊരു മാസം ഒരു 15,000-20,000 രൂപ തന്നെ ഒരു ക്ലയൻറ്റിനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എത്രത്തോളം റവന്യൂ ഉണ്ടാക്കി തരുന്ന ആലോചിച്ചാൽ മതി. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, ഞാൻ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ഓൾറെഡി ക്ലയൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെറുതെ പ്രൊഡക്റ്റ് ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാതെ സർവീസ് ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് അതിനനുസരിച്ച് ക്ലയൻറ്റ്സും കൂടുതൽ കിട്ടാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഫുള്ളി അതിനകത്തേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. സോ ദിസ് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദാറ്റ്.